ടോപ്പിക് ഇതായിരുന്നു, ഹിന്ദി ആയിരുന്നു, ഹിന്ദി ചാപ്റ്റർ ആയിരുന്നു, ഹിന്ദി ഗലീലിയോയുടെ ഒരു ചാപ്റ്റർ ആയിരുന്നു. അതിലിത് വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഗലീലിയോയ്ക്ക് സംശയം ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുഞ്ഞു കുട്ടിയായിരിക്കും, ഒരു 12 വയസ്സായിരിക്കുന്ന സമയത്ത് ഒരു പൗർണമി ദിവസം അദ്ദേഹം ഇങ്ങനെ അവരുടെ കുന്നിൻ പ്രദേശത്തൂടെ, ഇറ്റലിയിലാണ് കേട്ടോ സംഭവം, ഇങ്ങനെ നടക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ കുന്ന് കയറിയപ്പോ ചന്ദ്രനും ഒപ്പം കയറുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നോക്കി, ചന്ദ്രൻ എന്റെ കൂടെ വരുവാണോ എന്ന് നോക്കി. എന്നിട്ട് അതുപോലെ അവിടെ കുറെ നേരം നിന്നതിന് ശേഷം താഴോട്ട് ഇറങ്ങുമ്പോൾ ചന്ദ്രനും താഴോട്ട് ഇറങ്ങി വരുന്നു. താഴത്ത് വന്ന് നോക്കിയപ്പോ അതേപോലെ ചന്ദ്രൻ താഴത്ത് വന്ന് നിൽക്കണം. അപ്പൊ അദ്ദേഹത്തിന് ആ 12 വയസ്സുകാരൻ ഒരു ക്യൂരിയോസിറ്റി, ഇന്നത്തെ 12 വർഷമല്ല, 400 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണത്. ആ 12 വയസ്സുകാരൻ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ആ സംശയം, ഇതെന്താ അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് വന്ന്, എന്നാൽ ഇവിടെ നിൽക്കുമ്പോ നിൽക്കുകയും ചെയ്യണം, ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് അദ്ദേഹത്തിന് നിരൂപിക്കാൻ പറ്റണില്ല. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, എൻ്റെ ഒരു ഫ്രണ്ട്സിന്റെ അടുത്ത് കൂടെ ചോദിക്കാം. എനിക്കൊരു സംശയം ഉണ്ടായ ആ സംശയം ദൂരീകരിക്കുന്ന ഒരു ഫ്രണ്ട്സ് എന്തായാലും ഉണ്ടാവും, ഒരു മോട്ടിവേറ്റർ എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ പുള്ളിക്കാരൻ വിചാരിച്ചു അന്ന് എൻ്റെ ഫ്രണ്ടിന്റെ അടുത്ത് കൂടെ പറയാന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് അതുപോലെ വിളിച്ചിട്ട് അതിന്റെ മേലേക്ക് കയറി. അപ്പൊ കയറുമ്പോ ചന്ദ്രൻ കൂടെ വരുന്നുണ്ടോ, എന്നിട്ട് ഇങ്ങോട്ട് വരിക, അങ്ങനെ നോക്കണം. അപ്പൊ അദ്ദേഹം വന്ന് പറയാ, ഉണ്ട്, അങ്ങനെ തന്നെയാണ് എന്ന് പറയണം. ആ ഒരു ഇൻട്രസ്റ്റഡ് അദ്ദേഹത്തിന് ആ ശാസ്ത്രം പഠിച്ചിട്ട് ഒരു ശാസ്ത്രജ്ഞനാവണം എന്നുള്ളൊരു ടെൻഡൻസി വന്നത് ആ 12ാമത്തെ വയസ്സിലാണ്. അത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അച്ഛൻ പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോ, അന്നൊക്കെ മതപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സംഭവം, അതും ഇറ്റലിയിലാണ്, ഈസായികളുടെ രാജ്യം കൂടിയിട്ടാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പഠിച്ചൊക്കെ ആയി. അപ്പൊ അതിന്റെ ഇടയിൽ ആ ഒരു സ്കൂളില് മതപ്രഭാഷണമൊക്കെ കേൾക്കണം എന്നുള്ള ഒരു കാലഘട്ടമായിരുന്നു. ജാതി മതഭേദമൊക്കെ ഉണ്ട് അന്ന്, ഇതൊക്കെ ചെയ്യണം എന്നുണ്ട്. അപ്പൊ അങ്ങനെ കേട്ടു, ആ മതപ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പതുക്കെ ഇങ്ങനെ സൈഡിലേക്ക് നോക്കുമ്പോ അവിടെ ഒരു റാന്തൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണം, ഇങ്ങനെ ആടിയിട്ട് റാന്തൽ വിളക്കുണ്ടല്ലോ, അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതുക്കെ അതിലേക്ക് പോവാണ്. ഈ റാന്തൽ ഇങ്ങനെ ആടുണ്ട്, പക്ഷെ ഉള്ളിലെ ദീപത്തിന് ഒരു മാറ്റില്ല, അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, റാന്തൽ ആടിക്കൊണ്ടിരിക്കണു, അപ്പൊ എന്തേ ഈ ദീപം ആടാത്തത്? റാന്തലിനെ ഫേസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഉണ്ട്. അപ്പൊ അദ്ദേഹം പിന്നെ ചിന്തിച്ചു, ഈ റാന്തല് വളരെ ദൂരത്തേക്കാണോ ആടുന്നത്, അത് കുറഞ്ഞ ദൂരത്തേക്കാണോ ആടുന്നത് നോക്കാം. അങ്ങനെ ആ ഒരു ചിന്ത അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അത് കഴിയുമ്പോ പഠനമൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ പറയും, നിന്നെ എനിക്ക് ഡോക്ടർ ആക്കണം, നീ ഡോക്ടർ ആയാൽ മതി എന്ന് പറയണം. അപ്പൊ അവൻ പറയും, ഏത് പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന് അവൻ പറയണം. എനിക്ക് പറ്റില്ല, എനിക്ക് ശാസ്ത്രജ്ഞനാവണം, എനിക്ക് ശാസ്ത്രജ്ഞനായാലേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറയാണ്. അപ്പൊ ദേഷ്യപ്പെടാതെ തന്നെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്, അച്ഛനെ ഞാൻ ദൈവത്തെക്കാൾ വലുതായി കാണുന്നുണ്ട് അച്ഛാ, പക്ഷെ എൻ്റെ ആഗ്രഹം മുഴുവൻ എന്താണെന്ന് അറിയാമോ, ഒരു ശാസ്ത്രജ്ഞനാവാനാണ്. അപ്പൊ ശാസ്ത്രജ്ഞനാവണം എന്നുള്ള ആ മൈൻഡോട് കൂടിയിട്ട് ഞാൻ എങ്ങനെയാണ് ഒരു ഡോക്ടറേറ്റിന് പഠിക്കുക എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോ സാധാരണ അച്ഛനെ ധിക്കരിക്കുക, നമ്മുടെ അച്ഛന്മാരാണെങ്കിൽ ടപ്പാന്ന് 2 തന്നിട്ടുണ്ടാവും. പക്ഷെ ആ അച്ഛൻ എന്താ ചെയ്തെന്നറിയാമോ? ആ അച്ഛൻ പറഞ്ഞു, നിന്റെ വായിൽ നിന്ന് ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, നിശ്ചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് വിടുകയാണ്. അങ്ങനെയാണ് ഗലീലിയോ വന്നത്. കണ്ടുപിടിച്ചതും നമ്മൾ ഫിസിക്സിൽ പഠിച്ചതും ഒക്കെ അങ്ങനെയാണ്.